കഴിഞ്ഞ സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞ് ഞാൻ ഒരു മാസമായിട്ട് എയറിലാണ്. അതാ പറഞ്ഞത്, എമ്പുരാൻ കൊണ്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് കരഞ്ഞിറങ്ങിപ്പോയതാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരു മാസത്തിനിടയ്ക്ക് തന്നെ ലാലേട്ടൻ്റെ മറ്റൊരു നല്ല ചിത്രം കാണാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ എനിക്കെതിരെ ഉണ്ടായി. ആൾക്കാർ ഒരു സംഖ്യകളെന്നും സുഡാപ്പികളെന്നും ഉള്ള വേർതിരിവൊന്നും കാണിക്കാതെ എമ്പുരാൻ പോയിട്ട് കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോയി എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ കാണാൻ പോകരുത്, അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഞാൻ പോയി അമ്മയോട് പറഞ്ഞു, അമ്മ തീർച്ചയായിട്ടും ഇത് പോയി കാണണം. ലാലേട്ടൻ തിരിച്ചു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മോഹൻലാൽ വെറുതെ ഒരു റോബോട്ട് കണക്ക് കോട്ടും സൂട്ടും ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു അല്ലേ? അങ്ങനെയല്ല, പുള്ളി ഇതിൽ ആ ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി വരുമ്പോൾ എന്താ ഭംഗി കാണാൻ. കുഴപ്പമില്ല, നല്ല സിനിമയാണ്, സൂപ്പർ സിനിമ. നമുക്ക് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെ അതിനകത്ത് കൊള്ളത്, പോലീസുകാരന്മാരൊക്കെ ഉള്ള ഇതൊക്കെ കുഴപ്പമില്ല, കൊള്ളാം. കഴിഞ്ഞ സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞ് ഞാൻ ഒരു മാസമായിട്ട് എയറിലാണ്. പക്ഷേ സത്യം പറയാമല്ലോ, ഇപ്രാവശ്യം ഞാൻ വളരെ പ്രതീക്ഷിച്ചല്ല വന്നത്. വളരെ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ നല്ലൊരു സിനിമ കണ്ടു. ഒരു മാസം മുമ്പ് വളരെ പ്രതീക്ഷിച്ചൊന്ന് വളരെ നിരാശയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ അതിലുള്ള ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ നല്ല കാലം അവസാനിച്ചു എന്നാണ് പറഞ്ഞു. പക്ഷേ ഇനി അത് തിരുത്തി പറയേണ്ടി വന്നു. അതിന് മോഹൻലാലേട്ടൻ തന്നെ ഒരു കാരണമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് ഇപ്പോൾ ഒരു നല്ല നിർമ്മാതാവും നല്ല സംവിധാനവും നല്ല തിരക്കഥയൊക്കെ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്ററിൻ്റെയും വലിയ കാറിൻ്റെയും ഒന്നും ആവശ്യമില്ല. ലാലേട്ടൻ്റെ ആ ഒരു മുണ്ടും ആ കൈലിയൊക്കെ മതി സിനിമ നല്ല സൂപ്പർ ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതാ പറഞ്ഞത്, എമ്പുരാൻ കൊണ്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് കരഞ്ഞിറങ്ങിപ്പോയതാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഒരു മാസത്തിനിടയ്ക്ക് തന്നെ ലാലേട്ടൻ്റെ മറ്റൊരു നല്ല ചിത്രം കാണാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ എനിക്കെതിരെ ഉണ്ടായി. ചേച്ചി കളിപ്പാട്ടം സിനിമ കാണാൻ പോകും അങ്ങനെയെന്നൊക്കെ. ഇതൊക്കെയാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിന് ഒന്നും അപ്പുറത്തേക്ക് ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ആൾക്കാർ ഒരു സംഖ്യകളെന്നും സുഡാപ്പികളെന്നും ഉള്ള വേർതിരിവൊന്നും കാണിക്കാതെ ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല സന്ദേശം കൊടുക്കുന്നതാകട്ടെ ഇന്നത്തെ കലാകാരന്മാരും നമ്മുടെ സിനിമകളെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇപ്രാവശ്യം. നന്ദിയുണ്ട്, വളരെ നന്ദി. എമ്പുരാൻ വെച്ച് നോക്കുമ്പോൾ തുടരും സിനിമ നല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടിയല്ല വന്നത്. പക്ഷേ നല്ല ഗംഭീര സിനിമയായിരുന്നു. അതാണ് മറ്റേ ഞാൻ വളരെയധികം പ്രതീക്ഷിച്ച് വന്നിട്ട് എന്നെ വളരെയധികം വിഷമിപ്പിച്ച ഒരു മൂവിയായിരുന്നു അത്. തീർച്ചയായിട്ടും ഞാൻ എമ്പുരാൻ പോയിട്ട് കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോയി എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ കാണാൻ പോകരുത്, അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, അമ്മയ്ക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഞാൻ പോയി അമ്മയോട് പറഞ്ഞു, അമ്മ തീർച്ചയായിട്ടും ഇത് പോയി കാണണം. നല്ലൊരു മൂവിയാണ്. ലാലേട്ടൻ തിരിച്ചു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്നായിട്ടുണ്ട്, പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്, എടുത്തു പറയാമല്ലോ. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്കതിൽ ഓർക്കാൻ പറ്റിയ പല സീനുകളും സംഭാഷണങ്ങളും ഉണ്ട്. മറ്റേ എമ്പുരാനിൽ എന്തായിരുന്നു, മോഹൻലാൽ വെറുതെ ഒരു റോബോട്ട് കണക്ക് കോട്ടും സൂട്ടും ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു അല്ലേ? അങ്ങനെയല്ല, പുള്ളി ഇതിൽ ആ ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ മടക്കി കുത്തി വരുമ്പോൾ എന്താ ഭംഗി കാണാൻ. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇനി ബാക്കിയുള്ളവരുടെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും മനസ്സ് നിറഞ്ഞാണ് ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ എന്നെ സംഖ്യയെന്നോ സുഡാപ്പിയെന്നോ വിളിച്ചാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ സംഖ്യകളും സുഡാപ്പികളും ഒന്നും അല്ല, നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ല, പറഞ്ഞോട്ടെ, ഇപ്പം എനിക്ക് പറയാനുള്ള അനുവാദമുണ്ട്, സ്വാതന്ത്ര്യമുണ്ടല്ലോ ഒരു സിനിമയെ വിമർശിക്കുക. അപ്പം ഞാൻ പറയുന്നതിന് വിമർശിക്കുക, അവർക്കും അവകാശമുണ്ട്. വിമർശിച്ചവരോടും അനുകൂലിച്ചവരോടും ഒക്കെ എനിക്ക് നന്ദിയേ ഉള്ളൂ. ഇനിയും നല്ല സിനിമകൾ, ആ സിനിമയുടെ പേര് അന്വർത്ഥകമാക്കും പോലെ ഇനിയും നല്ല സിനിമകൾ തുടരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ലാലേട്ടൻ നന്നായിട്ടുണ്ട്, കണ്ണ് നിറയും. നല്ല അടിപൊളി സിനിമ, ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല മൂവിയാണ്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി നല്ലതായിരുന്നു. ലാലേട്ടൻ കൊള്ളാം, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വിചാരിച്ച പോലെയല്ല സെക്കൻഡ് ഹാഫ് പോയത്. വില്ലൻ കൊള്ളാം, നല്ലതുണ്ട്. നല്ല മൂവിയാണ്. ലാലേട്ടൻ്റെ നല്ലൊരു മൂവി. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, വളരെ നല്ലത്. നല്ല മൂവിയായിരുന്നു. നല്ല മൂവി നല്ല പടമായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം, കുഴപ്പമില്ല, നല്ല ക്യാരക്ടറാണ്. കുഴപ്പമില്ല, കൊള്ളാം, നല്ല സൂപ്പറാണ്. ഇല്ല, കുഴപ്പമില്ല, നല്ല സിനിമയാണ്, സൂപ്പർ സിനിമ. നമുക്ക് ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെ അതിനകത്ത് കൊള്ളത്, പോലീസുകാരന്മാരൊക്കെ ഉള്ള ഇതൊക്കെ കുഴപ്പമില്ല, കൊള്ളാം.